എന്താ UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ആശാ വർക്കർമാർക്ക് സ്വർഗം തരും എന്ന് പറഞ്ഞോ? അത് പ്രകടനപത്രിക വരട്ടെ എന്ന് പറഞ്ഞാൽ പണ്ടൊരു മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമില്ലേ, ആ സ്വപ്നമായി കണ്ടാൽ മതി. പറഞ്ഞു അത് മനസ്സിലായില്ലേ ആ കഥ? മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം മനസ്സിലായില്ലേ? അതുപോലെ കണ്ടാൽ മതി. കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാലിക്കുട്ടി മാത്രമല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്, രമേശ് ചെന്നിത്തല സ്വപ്നം കാണുന്നുണ്ട്, അതുപോലെ തന്നെ സതീശൻ സ്വപ്നം കാണുന്നുണ്ട്, സുധാകരൻ സ്വപ്നം കാണുന്നുണ്ട്. ഇവരെല്ലാം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വപ്നം അവിടെ കിടക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ കർണാടകയുമായി ബന്ധപ്പെട്ട് ഗൗരവമുള്ള വിഷയം എന്ന് പറഞ്ഞാൽ അവിടെ ഈ മത അടിസ്ഥാനത്തിൽ സർക്കാർ ഇപ്പോൾ സംവരണം നൽകുകയാണ്. അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ട് സംവരണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചേക്കും. അത് ഭരണഘടനാ വിരുദ്ധമല്ലേ ശരിക്കും? സംവരണം എന്ന് പറയുന്നത് ഭരണഘടനാപരമായിട്ട് തന്നെ ഉള്ളതാണ്. അത് ഏതൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളതിനെപ്പറ്റി ഒന്നും എനിക്കതിൻ്റെ വിശദാംശം അറിയില്ല. സംഘടനാപരമായിട്ട് മാത്രമല്ല, അത് രാഷ്ട്രീയമായിട്ടുള്ളതല്ല, ഭരണഘടനാപരമായിട്ട് തന്നെയാണ് സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്ത് നിന്ന് കോടതിയൊന്നും അനുവദിക്കില്ലല്ലോ. അതാ ഞാൻ പറഞ്ഞത്, മതപരമായ സംവരണം ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യം ഭരണഘടനാപരമായതുകൊണ്ട് അങ്ങനെ അല്ലാതെ വന്നാൽ ഒരു കോടതി അത് അനുവദിച്ചു കൊടുക്കില്ല. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിനെ സംബന്ധിച്ച്. MP സ്റ്റാലിൻ വിളിച്ച യോഗം ചെന്നൈയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പങ്കെടുക്കണം. അല്ല, അത് ഉറപ്പായ കാര്യമാണല്ലോ. അതായത് പാർലമെൻറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് സെൻസസ് അനുസരിച്ച് പാർലമെൻ്ററി സംവിധാനത്തിൻ്റെ ഒപ്പം തന്നെയുള്ള ഒന്നാണ് അതിൻ്റെ നവീകരണം, അതുപോലെ തന്നെ പുതുക്കലൊക്കെ. ആ രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിന് പകരം ദക്ഷിണേന്ത്യക്ക് അല്ലെങ്കിൽ അത് ഏത് സംസ്ഥാനത്തിനും വലിയ രീതിയിൽ പ്രത്യേകിച്ച് കുടുംബാസൂത്രണമൊക്കെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്ത് ജനസംഖ്യാ നിയന്ത്രണമൊക്കെ വരുത്തിയിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് വിപരീതമാവുന്ന നിലത്തിൽ BJP താല്പര്യം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാർ വിഭാഗം ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പരിധി നിർണയമാണ്. പാർലമെൻറ്റ് നിയോജക മണ്ഡലങ്ങളുടെ പരിധി നിർണ്ണയിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് നടക്കാൻ പോകുന്നത്. അതിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് പോകേണ്ടതുണ്ട്, ആശങ്കയുണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നുള്ളതും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ദക്ഷിണേന്ത്യ പ്രത്യേകിച്ച് ഇന്ത്യ ആകെ തന്നെയും അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു യോഗമാണ് വിളിച്ചു ചേർത്തുള്ളത്. ആ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ ക്ഷണിച്ചിരുന്നു. ഞങ്ങൾക്ക് പോകാൻ ഇവിടെ CC ഉള്ളതുകൊണ്ടാണ് പോകാൻ സാധിക്കാതിരുന്നത്.